സോഡിയം പൊട്ടാസ്യം ഇതെല്ലാം നമുക്ക് ബാഡിയിൽ നിന്നും മാറും. മനസ്സിലായോ? അതാണ് അതിന് വെള്ളത്തിൻ്റെ ഇത് വരുമ്പോൾ അതാണ് പറയുന്നത്, കൂടുതൽ പറയുന്നത് അതാണ്. അപ്പോൾ ഇത് കൂടാവും. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അത് ഭൂമി അബ്സോർബ് ചെയ്യും. അതേമാതിരി നമ്മുടെ ഈ വേസ്റ്റ് എല്ലാം തലയ്ക്ക് പോയാൽ അവൻ നമ്മളെ പിടിച്ച് നിൽക്കും, നമ്മളെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഭൂമി ഉരുണ്ടയാണ്, അത് ഉരുളുന്നതാണ്. അപ്പോൾ ഉരുളുമ്പോൾ എന്ത് പറ്റും? നമ്മൾ താഴെ വീഴും. അവൻ പിടിച്ച് നിൽക്കാൻ ഇതില്ലാത്തതുകൊണ്ട് താഴെ വീഴുക. മനസ്സിലായോ? അപ്പോൾ ഇന്നലെ വരെ ഒഴുങ്കായിരുന്നു, ഇന്ന് അവന് ഒരു അസുഖവുമില്ല, ഇന്ന് അവൻ മരിച്ചു പോയി. ഉടനെ നമ്മൾ പറയും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ചാൻസ് അതും കൂടെയാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പമ്പി ഇതാകുന്നത്. ഇനി ഇതിനിടയിൽ നമ്മൾ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി അസുഖത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് തലയ്ക്ക് പോയി പാലത്തിൽ പോകും. തിരിച്ച് അത് പ്യൂരിഫിക്കേഷന് വേണ്ടി ഹാർട്ടിലേക്ക് വരണം. അപ്പം ബോണോ നരമ്പോ മസിൽസോ തിരിഞ്ഞു പോയാൽ അത് കയറി വരത്തില്ല. അപ്പോൾ എനിക്ക് പാമ്പ് മാറി വളർന്നു കിടക്കുക. എന്നാൽ ഹാർട്ടിൽ വന്ന് ആകണം, നമുക്ക് ജീവൻ വേണമല്ലോ. അതുകൊണ്ട് ദൈവം അങ്ങനെ ആക്കിയിരിക്കുക. ഈ പൊസിഷൻ മാറുമ്പോൾ നമ്മുടെ നരമ്പിലെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ട്യൂബിൽ ബ്ലഡ് ട്യൂബിൽ അഡ്ജസ്റ്റ് വെച്ചിരിക്കുക. അപ്പോൾ തിരിഞ്ഞ് ചിലപ്പോൾ പാമ്പ് മാറി വളർന്ന് അവിടെ വന്നേക്കും ഹാർട്ടിൽ. അപ്പോൾ ഇനി വീഴ്ച മൂലമോ വാദം മൂലമോ വായു മൂലമോ ഒരു ബ്ലഡ് ക്ലാട്ടായാൽ അത് ഹാർട്ടിൻ്റെ വാൽവിൽ പോയി നിന്നാൽ ഹാർട്ട് അറ്റാക്ക്, ബ്രെയിനിൻ്റെ ട്യൂബിൽ പോയി നിന്നാൽ സ്ട്രോക്ക്, അവിടെ ഇരുന്ന് പോയാൽ ബ്രെയിൻ ട്യൂമർ. പിന്നെ ഇതിൻ്റെ ഓടിയിട്ട് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി മാർഗിലെയോ യൂട്രസിലെയോ ബ്ലാഡറിലെയോ കിഡ്നിയിലെയോ എവിടെയെങ്കിലും പോയി സെറ്റായാൽ അവിടെ നിന്ന് തുടങ്ങി ക്യാൻസർ. മനസ്സിലായോ? അപ്പോൾ ഈ അസുഖം മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ഇതിനെക്കുറിച്ച് പറയാൻ പോവുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഡി പഞ്ചഭൂതമാണ്. ഹാർട്ട്, ലിവർ, ലങ്സ്, കിഡ്നി, ബ്ലാഡർ എല്ലാം ചേർന്നുള്ള ഒരു ഇതാണ്. അത് പിടിച്ചിരിക്കുന്നത് ചോരയാണ്. ആ ചോരയെക്കുറിച്ചാണ് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഈ ചോരയാണ് നമ്മുടെ ബാഡിയിൽ നിന്ന് മെയിൻ. രണ്ടാമത് ബോണിൻ്റെ കൂടെ നടക്കുന്നതുപോലെ നമ്മുടെ ബാഡി ബോണിനെ സേഫ്റ്റിക്ക് വേണ്ടി. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബാഡിയിലെ മസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിന് ഞാൻ ഉണ്ടാക്കുന്ന മരുന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ 19ാമത്തെ തലമുറ അവരുണ്ടാക്കുന്നതാണ് ഒരു വർമ്മതൈലമാണ് അതിൻ്റെ പേര്. ആ എണ്ണ തലയിലെ ഉടമ്പിലെ എല്ലാം തേച്ച് കുളിക്കുകയാണെങ്കിൽ എല്ലാ ബ്ലഡ് സർക്കുലേഷനും ഈ ബ്രെയിനിൽ ഇറങ്ങുന്ന ലിക്വിഡ് എല്ലാത്തിനും നല്ല ഒരു ഇത് കിട്ടും. അത് കൂടാതെ നമുക്ക് എവിടെയെങ്കിലും വേദനയും അതും ഇതും ഉണ്ടെങ്കിൽ ഉടനെ ഒരു ബ്രെയിനിൽ നിന്ന് ഇറക്കുന്ന ലിക്വിഡ് അവനെ സേഫ്റ്റിയാക്കുക. മനസ്സിലായ? ആ ബോണിന് ദോഷം വരാതെ ബോണിന് ഒരു ഇത് കാൽസ്യം ഫാമാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ വച്ചിരിക്കുക. എന്തായാലും ബോണിലെ കാൽസ്യം ഫാമാകും. അത് തന്നെയും മസിൽസ് കിട്ടും. പിന്നെ മസിൽസ് തന്നെ സ്കിന്ന് കിട്ടും. അതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് വരുന്നത് നമ്മുടെ ബോഡി. അപ്പം ആ സ്റ്റിഫ്നെസ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ഉടമ്പ് മൊത്തം തേക്കുക. പിന്നെ ഒരു ജെല്ല് തരും. ആ ജെല്ല് എല്ലായിടത്തും പൂശണം. എവിടെയൊക്കെ വേദന ഉണ്ടോ, എവിടെയൊക്കെ നീരുണ്ടോ എല്ലായിടത്തും പൂശുക. എണ്ണ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതും കംപ്ലീറ്റ് ആവുന്നതെല്ലാം പൂശുക. നമുക്ക് ഒരു അസുഖവും പറ്റില്ല, എല്ലാം താനേ മാറി. കൂടാതെ ഞങ്ങൾ ഒരു ചൈതന്യ ചൂർണ്ണം ദേവി ചൂർണ്ണം വെച്ചിട്ടുണ്ട്. ആ ചൂർണ്ണം രാവിലെ വൈകിട്ട് കഴിച്ചാൽ 3 നേരം കഴിച്ചാൽ ഈ പൊട്ടാസ്യം, സോഡിയം, കൊളസ്ട്രോൾ, BP ഇതെല്ലാം അതിനുള്ള മരുന്നാണ്. പിന്നെ ഞാനൊരു മുട്ടായി ഇറക്കി. ആ മുട്ടായി എന്തെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ് ഞാൻ ഇറക്കിയത്. കൊറോണ മാറ്റാൻ വേണ്ടി വീട്ടെ ചുറ്റി കടയെ ചുറ്റി കുറേ ഒരു കൊറോണ മാറി. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ഒരു 1000 മുട്ടായി കൊടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും കൊടുക്കാൻ പറഞ്ഞാൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഫെസ്റ്റിവലാണ്. അവിടെ 10 രൂപ കൊടുത്ത് ഒരു സൂചി വാങ്ങിച്ച് അവിടെ നേരെ പമ്പ് ചെയ്തെടുത്ത് കുത്താനായിട്ടുണ്ട്. അപ്പോൾ അണ്ണാണ് ഞാൻ കൊണ്ടുപോയി എല്ലാവർക്കും കൊണ്ട് കൊടുത്തത്. തിരക്കി പിടിച്ച് കൊടുക്കട്ടെ അവിടെ അങ്ങനെ അവർ എല്ലാവർക്കും. മനസ്സിലായ? അപ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നിർത്താമെന്ന് പ്ലാൻ ഇട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കൊരു ഗിഫ്റ്റ് തരുന്നില്ല. എൻ്റെ മനസ്സിലുള്ള പറയുക, നമുക്ക് എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് മനസ്സിലുള്ള പറയുക. അപ്പോൾ ഒരു പയ്യൻ വന്ന് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലമാണ്. അത് ഇത് കഴിച്ചപ്പോൾ പകുതി കുറഞ്ഞു. പിന്നെ മൂക്കിൽ നിന്ന് വെള്ളം അടിക്കും, അതും കുറഞ്ഞു. തൊണ്ടവേദന അതും മാറി, നെഞ്ച് അതും മാറി, ഗ്യാസിൻ്റെ ശല്യം അതും മാറി.
പോകാൻ വലിയ തടസ്സമാണ്. ഈ ഒരു മുട്ടായി കഴിച്ചപ്പോൾ എനിക്ക് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറേ നാൾ കഴിച്ചാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറയും ചുമ്മാ കഴിയും, ഒരു വർഷം കഴിച്ചാലും ഒന്നും ചെയ്യത്തില്ല, കൂടി പോയാൽ ഒന്ന് വാക്ക് നടത്തിയാൽ മതി. മനസ്സിലായ ഈ വെള്ളം മുട്ടായി തിന്നാൽ വെള്ളം കുടിക്കുക. കാരണം ഇതിനകത്ത് പഞ്ചസാരയും ഗ്ലൂക്കോസും ചേർന്നിരിക്കുന്നുണ്ട്. എങ്ങനെ മരുന്ന് അതിൻ്റെ കൂടെ അതും മിക്സ് ചെയ്താണ് ഒരു മുട്ടായി ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒന്നും കൂടുതൽ കുടിച്ചാൽ മതി, എല്ലാം ശരിയായി പോകുന്നു. അപ്പോൾ എനിക്ക് ഒരു 10 500 രൂപയ്ക്ക് തന്നു, 50 രൂപ ഒരു പാക്കറ്റ് 20 മുട്ടായി. അതല്ല ഞാൻ 12 കൊടുത്തു. എന്നാൽ കടകൾക്ക് എല്ലാം 20% കമ്മീഷനുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് 12 കൊടുത്തു. വീട്ടിൽ പോയപ്പോൾ ഉറക്കം വന്നില്ല. കാരണം ഇതെല്ലാം അച്ഛനമ്മയെ ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്ന് പഠിച്ചതും പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർ കൂടെ നിന്ന് കണ്ടതുമാണ്. ഇത് ഞാനായിട്ട് അവരുടെ ഡയറിയിൽ നിന്ന് എടുത്ത് ഇതാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം പറയുന്ന മാതിരി, നീ എല്ലാവർക്കും 4 തിന്നാൻ പറഞ്ഞു, നീ 6 തിന്നു. അപ്പോൾ അവനക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവനെ വിളിച്ച് പറഞ്ഞാൽ മതി നീ തിന്നല്ലേ എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അവന് ഒരു ഐഡിയ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ ശരിയും കേട്ട് 5 6 കിട്ടി, ചില ദിവസങ്ങളെ 7 പിന്നെ വെള്ളം കിട്ടി. അപ്പോൾ എനിക്ക് എന്തായെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ കണ്ണാടിയുണ്ട്, പാരമ്പര്യ വഴിക്ക് സെക്രട്ടറി വാങ്ങിക്കുമ്പോൾ കണ്ണാടി ഈ പേപ്പറിലെ അശ്വര്യമാണ് കെട്ടുകഥ എന്ന് കേട്ട് അതിൽ കണ്ണാടി വന്നു. ഇപ്പം എനിക്ക് കണ്ണാടിയില്ല. അപ്പോൾ കണ്ണിന് ഒരു പവർ കിട്ടി. അതാണ് അദ്ദേഹം നമുക്ക് മനസ്സിലുള്ള തോന്നിയത്, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഇதை വെച്ച് വാങ്ങുന്നവർക്കെല്ലാം ഈ മുട്ടായി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ മുട്ടായി കൊടുക്കുന്നത്. ഈ ഇത്രയും സാധനം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറിപ്പോകും.